ത്തോടെ നമസ്കാരം. ഞങ്ങൾ മനശ്രീ മിഷൻ PHRC സൈക്കാട്രിക് ഹോമിയോപ്പതിക് റിസർച്ച് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്. തൃശ്ശൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു പുതിയ റിസർച്ച് സെന്റർ ഒളരിക്കരയിൽ ആരംഭിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഡയസിൽ ഉള്ളത് മനശ്രീ മിഷൻ PHRCയുടെ ഡയറക്ടർമാരായ ഡോക്ടർ ശക്തി സിൽവൻ, ഡോക്ടർ രഹന ഗ്രേസ്, അതേപോലെ എസ് പ്രീതി എന്നുള്ളവരാണ്. 2023-2026 വർഷത്തിൽ സേലം വിനായക മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഹോമിയോപ്പതി സൈക്കാട്രിയിൽ 1, 2, 3 ഗോൾഡ് മെഡൽ, സിൽവർ മെഡൽ, ബ്രോൺസ് മെഡൽ നേടിയ 3 പ്രതിഭകളാണ് ഈ സംരംഭത്തിന് ഒളരിക്കരയിൽ നേതൃത്വം കൊടുക്കുന്നത്. അതിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് 3ാം റാങ്ക് നേടിയ ശക്തി സിൽവം, 2ാം റാങ്ക് സിൽവർ മെഡൽ നേടിയ രഹന ഗ്രേസ് എന്നിവരാണ്. ഇവരോടൊപ്പം ഉള്ളത് ഡോക്ടർ രേവതി രവികുമാർ, പട്ടാമ്പി സ്വദേശിയാണെങ്കിലും ഇപ്പോൾ കോയമ്പത്തൂരാണ്. അവരും നമ്മളോടൊപ്പം 1ാം റാങ്ക് നേടിയവർ സഹകരിക്കുന്നുണ്ട്. സൈക്കാട്രിക് ഹോമിയോപ്പതി എന്നത് അത്ര പരിചിതമായ ഒരു വാക്കല്ല. എന്നാൽ കഴിഞ്ഞ 10-25 വർഷത്തോളമായിട്ട് ഇന്ത്യയിലൊട്ടാകെ സൈക്കാട്രിക് ഹോമിയോപ്പതിയിൽ വിപുലമായ ചികിത്സാ സംവിധാനങ്ങൾ നടക്കുന്നു. കോട്ടയത്ത് കുറിച്ചിയിൽ ആതുരാശ്രമം NSS ഹോമിയോപ്പതി കോളേജിനോടനുബന്ധിച്ച് സെൻട്രൽ ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് സെന്റർ ആയിട്ട് സൈക്കാട്രിക് ഹോമിയോപ്പതി സെന്റർ വർഷങ്ങളായി നടത്തി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ സൈക്കാട്രിക് ഹോമിയോപ്പതിയിൽ MD ബിരുദം നേടി ആ മേഖലയിൽ കൂടുതൽ റിസർച്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഒരു റിസർച്ച് സെന്റർ എന്ന പേരിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഈ മേഖലയിൽ മാനസികാരോഗ്യ രംഗത്ത് കൂടുതൽ ഡേറ്റാസ് നമുക്ക് പലപ്പോഴും ലഭ്യമല്ല. കേരളത്തിൽ ഒരു ദിവസം ഒരു കുട്ടി വീതം മരണപ്പെടുന്നുണ്ട്. ഇത് അനൗദ്യോഗിക കണക്കല്ല. മുൻ IPS കാരിയായ ശ്രീ രഹ കമ്മീഷൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. ശരാശരി 380-420 പേരാണ് ഒരു വർഷം ഒരു കുട്ടി വീതം ഒരു ദിവസം മരിക്കുന്നു. ശരാശരി 30-32 പേരെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടായി കേരളം മാറിയിട്ടുണ്ട്. 70,000-ത്തിലധികം പേർ ഡൈവോഴ്സ് പെറ്റീഷൻ 29 കുടുംബ കോടതികളിലായി കൊടുക്കുന്നുണ്ട്. നിരവധി ആത്മഹത്യകൾ. ഇന്നലെ പോലും 2 മാസം മുമ്പ് വിവാഹിതയായ 19 വയസ്സുകാരി കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. ദാമ്പത്യ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, ബിസിനസ് പ്രശ്നങ്ങൾ, ഇതൊക്കെ രൂപപ്പെടുന്നതിൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന മാനസിക അനാരോഗ്യത്തിന് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച ഡേറ്റാസ് ഒന്നും നമ്മുടെ കയ്യിൽ ലഭ്യമല്ല. ചില ദേശീയ അന്തർദേശീയ സംഘടനകൾ നടത്തിയിട്ടുള്ള ഒറ്റപ്പെട്ട ചില പഠനങ്ങൾ മാത്രമാണുള്ളത്. നമ്മൾ തൃശ്ശൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വലിയ വിപുലമായ പഠനത്തിന് കൂടി ശ്രമിക്കാൻ വേണ്ടിയാണ് സൈക്കാട്രിക് ഹോമിയോപ്പതി റിസർച്ച് സെന്റർ എന്ന ഈ സ്ഥാപനം. അവിടെ ഇന്റേൺഷിപ്പിനുള്ള സൗകര്യമുണ്ടാവും, കൗൺസിലിംഗ് സംവിധാനമുണ്ട്, ജനറൽ ഹോമിയോപ്പതിയിൽ അവിടെ ട്രീറ്റ്മെന്റ് സൗകര്യമുണ്ട്, അതുപോലെ സൈക്കോ തെറാപ്പികളിൽ അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഏറ്റവും നൂതനമായ ന്യൂറോ സയൻസിന്റെയൊക്കെ കണ്ടെത്തലുകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്രമായ ചികിത്സാ സംവിധാനം മെന്റൽ ഹെൽത്ത് മേഖലയിൽ, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഒരു മെന്റൽ ഹെൽത്ത് സംവിധാനം തൃശ്ശൂരിൽ ഉള്ളത് കൊണ്ട് കൂടിയാണ് ഈ സ്ഥലത്ത് ഒരു സഹകരിച്ചുള്ള പ്രവർത്തനത്തിന്റെ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ ബഹുമാന്യനും ആരാധ്യനുമായ MLA രാജൻ ജെ പല്ലത്താണ്. ഈ പരിപാടിയിൽ നമ്മുടെ മേയർ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ മലയാള സാഹിത്യത്തിൽ അല്ലെങ്കിൽ മലയാള സാംസ്കാരിക ലോകത്ത് സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന ഷൗക്കത്ത് പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യത്തിൽ സ്നേഹത്തിന്റെ ദൗത്യം എന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി 2 മണിക്കൂർ പ്രഭാഷണവും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടി കൂടുതൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവാൻ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളുടെ സഹകരണം ഇന്നു മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോവാനും നിങ്ങളുടെ കൂടുതൽ സഹകരണം ഈ മേഖലയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവാനും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. നാളത്തെ കഴിഞ്ഞാൽ
രാവിലെ 9:30 മണിക്കാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആവശ്യമായ പ്രചരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ മാനസികാരോഗ്യത്തെ ജനങ്ങൾ നന്നായി ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ പോലും ഇത് പറയാൻ അവർ മടിക്കുന്നു. മനശ്രീ മിഷൻ 32 വർഷത്തെ പാരമ്പര്യമുണ്ട് കൗൺസിലിംഗ് മേഖലയിൽ, മനഃശാസ്ത്ര ലോകത്ത്. എറണാകുളം സെന്റർ ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ ഇതേപോലെ മനശ്രീ മിഷന്റെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ ന്യൂയോർക്കിലെ ക്ലാർക്സൺ യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റായ ഡോക്ടർ ആദർശ് നാരായണൻ അന്ന് നമ്മളോടൊപ്പം പങ്കെടുത്തിരുന്നതാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ക്യാൻസറിൽ നാനോ സയൻസിന്റെ മേഖലയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇതിന്റെ ഓഡിറ്റോറിയത്തിൽ, പ്രസ് ക്ലബിന്റെ ഓഡിറ്റോറിയത്തിൽ 1.5 വർഷക്കാലം സൗജന്യ മാനസികാരോഗ്യ ക്ലാസുകൾ നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കഴിഞ്ഞ 29 വർഷമായി ജനകീയ മനഃശാസ്ത്ര പരിപാടികളുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇത്തരത്തിലുള്ള പരിപാടികൾ മനശ്രീ മിഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനശ്രീ മിഷൻ PHRC ആരംഭിക്കുമ്പോൾ സൈക്കാട്രി മേഖലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ 32 വർഷമായി മാനസികാരോഗ്യത്തിൽ മനഃശാസ്ത്രം മാത്രമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ നമ്മൾ സൈക്കാട്രിക് ഹോമിയോപ്പതിയുടെ കൂടി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇപ്പോൾ വേദിയിലുള്ള ശ്രീമതി എസ് പ്രീതി തൃശൂർ കേന്ദ്രീകരിച്ച് EDS എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നൊരു NGO സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെയും സഹകരണം നമ്മൾ ഈ പ്രവർത്തനങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത് ആണ് ഈ കാര്യങ്ങളിൽ നിങ്ങളോട് ആദ്യമേ അറിയിക്കാനുള്ളത്. നമ്മളുടെ അവാർഡ് ജേതാക്കളായ ഡോക്ടർ ശക്തി സിൽവൻ, ഡോക്ടർ രഹന ഗസ് എന്നിവർ ഹോമിയോപ്പതി, അതായത് സൈക്കാട്രിക് ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ രഹന ഗ്രസ്. ഞാൻ BHMS കഴിഞ്ഞ് MD സൈക്യാട്രി എടുത്തത് വിനായക മിഷൻ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. 2026 ജൂലൈ 7-നായിരുന്നു എല്ലാം ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഈ മെന്റൽ ഹെൽത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഡിസ്കസ് ചെയ്യുകയും ഒരുപാട് സ്റ്റിഗ്മകളും ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവയർനെസ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ പോകുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു കുതിച്ചുചാട്ടം ഇതിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ എല്ലാം തന്നെ ഒരു ഇൻഫ്ലുവൻസ് എല്ലാം തന്നെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വ്യക്തികളും തന്നെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ടെങ്കിൽ പോലും കറക്റ്റായ ഒരു രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാനലിൽ അത് എത്തുന്നുണ്ടോ എന്നുള്ളതിൽ സംശയാർഹമാണ്. അപ്പോ സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ലാണ്ട് തന്നെ സൈക്യാട്രിയിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതാണ് ഞങ്ങൾ നോക്കിയ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഹോമിയോപ്പതി സൈക്യാട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ അല്ലെങ്കിൽ ഒരു നോർമൽ മോഡേൺ ട്രീറ്റ്മെന്റൽ പ്രോട്ടോകോൾ വെച്ചിട്ട് ഇത് നോക്കുമ്പോൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ മാത്രമാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. നമ്മളൊരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ വ്യക്തിയുടെ രോഗത്തെ മാത്രമല്ലാതെ രോഗിയെ നമ്മൾ പൂർണ്ണമായി കാണുകയും ആ വ്യക്തിയുടെ ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ അതുപോലെ തന്നെ എല്ലാ ലെവലിലുള്ള പ്രശ്നങ്ങളും അവരുടെ പ്രതികരണ ശേഷി എങ്ങനെയാണ്, ഒരു ഇമോഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അവരുടെ ചൈൽഡ്ഹുഡ് കോൺഫ്ലിക്റ്റ്, ഇത്തരത്തില് ബേസ് ലെവൽ മുതൽ തല മുതൽ താഴെ വരെ നോക്കുന്നത് പോലെ ആ കുട്ടി ജനിക്കുന്നത് മുതൽ ഇപ്പൊ ആ വ്യക്തി എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന രീതിയിൽ മൊത്തത്തിൽ നമ്മളൊരു കൺക്ലൂഷൻ എത്തിയിട്ട് ഒരു ചികിത്സയാണ് നമ്മൾ നൽകുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഹോമിയോപ്പതിയാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് സംശയമുണ്ട് ഹോമിയോപ്പതിയിലെ സൈക്യാട്രി എന്നത് MD സൈക്യാട്രി എന്നൊരു ഭാഗമുണ്ടോ എന്നൊക്കെ. പറയുകയാണെങ്കിൽ 10-20 വർഷമായി തന്നെ MD സൈക്യാട്രി എന്ന് പറയുന്നത് ഹോമിയോപ്പതിയിലുള്ളതാണ്. ഹോമിയോപ്പതിയില് സൈക്യാട്രി മാത്രമല്ല പീഡിയാട്രിക്സ്, ജനറൽ മെഡിസിൻ എന്ന് തുടങ്ങി നിരവധി MD പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റിൽ ഇപ്പൊ ഇവിടെ ഒരു റിസർച്ച് അപ്രോച്ച് എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് ചോദിച്ചാല് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളും ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഡോക്യുമെന്റേഷന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെറുതെ ഒരു ചികിത്സാ രീതി എന്നതിനെ മറിച്ച്
നമ്മളൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു റിസർച്ച് രീതിയിലേക്ക് നമുക്കിത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിങ് ഓൾ ദി പ്രോട്ടോകോൾ നമ്മൾ എടുക്കും. അതിന്റെ കൂടെ തന്നെ എല്ലാ തരത്തിലുള്ള അസസ്മെന്റും കാര്യങ്ങളും പേഷ്യന്റിന് വേണ്ട സംരക്ഷണവും ആരോഗ്യവും എല്ലാം തന്നെ ഉതകുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അതിന് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഈവൻ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് വേണമെങ്കിൽ നമ്മൾ അത്തരത്തിലൊരു മൊത്തത്തിലുള്ള ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് വെച്ചിട്ടായിരിക്കും ഇവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസും എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് അപ്രോച്ചിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ആശംസകളും അതുപോലെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അതായത് ഞാൻ ഡോക്ടർ ആന പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം ഓൾമോസ്റ്റ് ഡയഗ്നോസിസ്, അസസ്മെന്റ്സ് എല്ലാം സിമിലറാണ്. അപ്പൊ നമ്മുടെ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഹോമിയോപ്പതിക്കലി നമ്മൾ മെഡിസിൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻസ് ആയിരിക്കും കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ സൈക്കോളജിയും കൗൺസിലിംഗ് എല്ലാം ഇന്റഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ റിക്വയർമെന്റ് എന്താണ്, അവർക്ക് വരുന്ന അസുഖത്തിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, അപ്പൊ അതിനനുസരിച്ച് അത് മനസ്സിലാക്കിയിട്ടായിരിക്കും അവർക്ക് വേണ്ടത് എന്ത് ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ്. അസസ്മെന്റ് നോക്കിയിട്ട് കൗൺസിലിംഗ് ആണോ, സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് വേണോ, സൈക്കാട്രി റിലേറ്റഡ് ആയിട്ട് മെഡിക്കേഷൻസ് കൊടുക്കണോ, ഹോമിയോപ്പതി മെഡിക്കേഷൻസ് ആണ് അത് കൊടുക്കണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. അപ്പൊ മെയിൻലി ഡിഫറൻസ് നമ്മൾ ഹോമിയോപ്പതി മെഡിക്കേഷൻസ് ആയിരിക്കും കൊടുക്കുക, അലോപ്പതി മെഡിക്കേഷൻസ് ആയിരിക്കില്ല. അതെ അതെ, ഹോമിയോ മെഡിസിൻസ് ആയിരിക്കും കൊടുക്കുക. ഉണ്ട്, നമുക്ക് അതിന് വളരെ കുറെ റിസർച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്, നമ്മൾ ചെയ്ത സ്റ്റഡീസ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷനിൽ നമ്മൾ നടത്തിയ ആള് നടത്തിയ ഹ്യൂമൻ സ്റ്റഡീസ് ഉണ്ട്, ഞാൻ നടത്തിയത് അനിമൽ സ്റ്റഡീസ് ആണ്. അപ്പൊ അതിലും നമുക്ക് റിസൾട്ട്സ് ഉണ്ട്. ഉണ്ട് അത് ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഇനിയും കൂടുതൽ ഡോക്യുമെന്റ്സ് ശേഖരിക്കാനാണ് നമ്മൾ റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതാകുമ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ഡോക്യുമെന്റേഷൻ, എല്ലാ ഫയൽസും ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന തെറപ്പീസ്, അതുപോലെ അസസ്മെന്റ്സ്, ഫോളോ അപ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോ ഇല്ല ആണ്, പക്ഷെ ഇൻ ദ ഫ്യൂച്ചർ കൊളാബറേറ്റ് ചെയ്തിട്ട് സർക്കാരിന്റെ പ്രൊജക്ട്സും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. നമ്മള് കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവരതിനനുസരിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. അതല്ലാണ്ട് കൂടുതലായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഡോക്യുമെന്റേഷന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളെ കേസ് ഈ പ്രൂവിങ്ങിന്റെ കാര്യങ്ങളാണ്, പ്രൂഫിന്റെ കാര്യങ്ങൾ ചോദിക്കലുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊരു റിസർച്ച് ഓറിയന്റേഷനിലേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷനും എല്ലാ രീതിയിലും എല്ലാ പ്രോട്ടോകോളും അനുസരിച്ചിട്ടുള്ള രീതിയിലൊരു കറക്റ്റ് ആയിട്ട് റിസർച്ച് ബേസ് ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് തന്നെ. ഇപ്പോൾ അതൊരു ബേസിക് ലെവലിൽ നിന്നാണെങ്കിൽ കൂടി ഭാവിയിൽ നമുക്ക് അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സയന്റിഫിക് ക്ലിനിക്കൽ സീരീസ് അല്ലെങ്കിൽ സ്റ്റഡി, ആനിമൽ സ്റ്റഡി എന്ന രീതിയിലെല്ലാം തന്നെ വലിയൊരു രീതിയിലുള്ള റിസർച്ചിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു. പേര് ഡോക്ടർ ശക്തി സിൽവൻ. അദ്ദേഹം 2023-26 വർഷത്തിലെ സേലം വിനായക മിഷൻ മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി ഹോമിയോപ്പതിയിലെ ബ്രൗൺസ് വിന്നറാണ്. ഇപ്പുറത്ത് ഡോക്ടർ രഘ്നാഗ്രസ്, അത് സിൽവർ മെഡലിസ്റ്റാണ്. മറ്റൊരാൾ കൂടി നമ്മുടെ കൂടെയുണ്ട്, എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടാണ്, അദ്ദേഹം നാളെ എത്തുന്നുണ്ട്. ഡോക്ടർ രേവതി രവികുമാർ. അവർ ബേസിക് പട്ടാമ്പി ആണെങ്കിലും ഇപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യുന്നത് കോയമ്പത്തൂരാണ്. അവര് ഗോൾഡ് മെഡലിസ്റ്റാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം 3 മെഡലിസ്റ്റുകൾ ഒന്നിച്ച് ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്നത്. രണ്ടാമത്തെ ഒരു സ്പെഷ്യലൈസേഷൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് സ്വകാര്യ മേഖലയിൽ സ്വതന്ത്രമായിട്ട് ഒരു സൈക്കാട്രിക് ഹോമിയോപ്പതിക് റിസർച്ച് സെന്റർ വരുന്നത്. ഈ സൈക്കാട്രിക് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്തുന്നത് അത് ഹോമിയോപ്പതി ആയാലും ആയുർവേദമായാലും അലോപ്പതി ആയാലും അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സിസ്റ്റം അനുസരിച്ചിട്ടാണ് ഒരു സൈക്കാട്രിക് ഡിസീസ് എന്തെന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ മെഡിസിൻ കൊടുക്കുമ്പോൾ അലോപ്പതി അതനുസരിച്ചുള്ള മരുന്നും ആയുർവേദം അതനുസരിച്ചുള്ള മരുന്നും ഹോമിയോപ്പതിസ്റ്റ് അതനുസരിച്ചുള്ള മരുന്നുമാണ് കൊടുക്കുന്നത്. കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജി, സൈക്കാട്രി 2 പ്രത്യേക ഡിവിഷൻസ് ആണ്.
ഒരു ഭാഗം മരുന്ന് ഉപയോഗിക്കുന്നില്ല, മറുഭാഗത്ത് മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു സമഗ്രമായി 360 ഡിഗ്രിയിലും ഒരാളെ ഇത്തരം ഒരു പ്രതിസന്ധിയിൽ നിന്ന് മരുന്ന് രഹിതമായി പുറത്തു കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് നമ്മൾ PHRC റിസർച്ചിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിൽ വളരെ ദൂരം നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷത്തെ പഠനം സൂചിപ്പിക്കുന്നത് കേരളത്തിൽ 10,000-കണക്കിന് ആളുകൾ ഇത് പ്രീതി, അവര് EDS എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഡയറക്ടറാണ്. തൃശ്ശൂരിൽ 1.5 ദശാബ്ദക്കാലമായി ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്തും കോഴിക്കോടും അതിന്റെ ഓഫീസുണ്ട്. എൻ്റെ പേര് ഡോക്ടർ റഹീം ആപ്പാഞ്ചിറ. ഞാൻ മനസ്സൽ മിഷന്റെ ചെയർമാനാണ്. എൻ്റെ ഡോക്ടർ റഹീം ആപ്പാഞ്ചിറ. മനസ്സൽ മിഷൻ ഹെഡ്ക്വാർട്ടർ എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിയിലാണ്. അവിടെ ഇതേപോലെ മറ്റൊരു സിസ്റ്റം നമുക്ക് മനഃശാസ്ത്ര മേഖലയിൽ കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 65ഓളം ബുക്കുകൾ, വലിയ ബുക്കുകൾ, ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പോലെയല്ല, 600 പേജൊക്കെയുള്ള റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ബുക്കുകൾ നേരത്തെയും നമ്മളിവിടെ ഈ പ്രസ് ക്ലബിൽ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും തുടർന്ന് വരുന്ന കാലത്ത് കൂടുതൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചറുകൾ, ബുക്ക്ലെറ്റുകളൊക്കെ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. ഒരിക്കൽ കൂടി വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുന്നത്, ഇത് ഒരു സതുദ്യമമാണ്. ഇത് സ്വകാര്യ മേഖലയിലാണ് എന്നുള്ളത് കൊണ്ട് ഇതിനെ ഉപേക്ഷിക്കരുത്. മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളുടെ നിസ്സീമമായ സഹകരണം ഉണ്ടാവണം. 12-ാം തീയതി കഴിയുമെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യാനും ആ സാഹചര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാനും ഇതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രിയപ്പെട്ടവരായി നിങ്ങൾ സഹകരിക്കണം. അതിനുവേണ്ട എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്